ഹായ് ഫ്രണ്ട്സ്, ബെസ്റ്റീസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ കസിൻ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഫാമിലീസൊക്കെ എൻഗേജ്മെൻറ്റിന് പോകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഈ ടൈമിനാന്നുള്ളത്. നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏകദേശം ഒരു 5:30 ഒക്കെ ആയിക്കണു. അപ്പോൾ നമ്മളുടെ പെണ്ണ് എന്ന് പറയുന്നത് കർണാടക സ്റ്റേറ്റിലുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 460-470 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര ലോങ് എന്താണെന്നുള്ളത്. അത് പണ്ട് പഴമക്കാർ പറയണ മാതിരി ഉദയത്തൊരു ചെക്കുണ്ടെങ്കിൽ അസ്തമാനത്തൊരു പെണ്ണുണ്ടെങ്കിൽ എന്തായാലും പടച്ചോൻ്റെ വീതി ഉണ്ടെങ്കിൽ അവർ രണ്ടാളും ഒരുമിക്കുന്ന് പറയണ കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരുന്നത്. അപ്പോൾ നമ്മളുടെ കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വണ്ടിയൊക്കെ നിർത്തി ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് എല്ലാവരും വണ്ടിയിൽ നിന്നൊക്കെ പുറത്തിറങ്ങി നിന്നു. നമ്മൾ 3 വണ്ടിയായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു ഇന്നോവ, ഒരു എർട്ടിഗ, അതുപോലെ തന്നെ ഒരു സ്കോഡ. അങ്ങനെ 3 വണ്ടിയിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്, നമ്മളെ റിലേറ്റീവും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇനി നമ്മൾ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുരം കയറിക്കൊണ്ടിരിക്കുമ്പോൾ കുരങ്ങനെയൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ടൊന്ന് നിർത്തി കൊടുത്തു. വണ്ടി ഒന്ന് സ്ലോ ആക്കി കൊടുത്തു. കുട്ടികൾക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ നമ്മൾ അവിടുന്ന് പോവുകയാണ്. ഇത് വയനാട്ടിൽ നിന്നൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓരോ ബെൻഡിലെന്നല്ല എല്ലായിടത്തും ഇങ്ങനെ കുരങ്ങന്മാരെ കാണുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ നിർത്താൻ പറയുമ്പോൾ ഒന്ന് സ്ലോ ആക്കി കൊടുക്കുക അവർക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടി സ്ലോ ആക്കി കൊടുക്കുകയാണ്. അവർ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ കോടയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളവിടെ എത്തിയപ്പോൾ ഒരു 10:15 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കോടയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് വ്യൂ പോയിൻ്റാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. വ്യൂ പോയിൻറ്റിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ വണ്ടി സൈഡാക്കി നിർത്തി കാണുകയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ പോണ അവിടെ നേരം വൈകിയാലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പോയി. നമ്മളൊരു 12-13 മണിക്കൂറോളം വണ്ടിയിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അത്ര കിലോമീറ്റർ പോകാനും ഉണ്ട്. അപ്പോൾ നമ്മൾ 12-13 മണിക്കൂറോളം വണ്ടിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തി കാണണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ വയനാട് കഴിഞ്ഞു. നമ്മൾ തോൽപ്പെട്ടി വഴിയാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്താ കുട്ടനായി തോൽപ്പെട്ടി വഴിയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇലക്ട്രിക് ലൈനൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അവിടെ, ആനക്ക് ഇങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പോണ വഴിക്ക് നമ്മൾ 2 ആനനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഇങ്ങനെ ആവാൻ കാരണം നമ്മൾ എല്ലാവരുടെ അടുത്തുള്ള വീഡിയോ കളക്ട് ചെയ്തിട്ടാണ് ഒരു വീഡിയോസ് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ആയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ലോ ആക്കി കൊടുത്തു. നിർത്താനൊന്നും പാടില്ല, എന്നാലും നമ്മളൊന്ന് കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കി കൊടുത്തു അവിടെ. അപ്പോൾ അവരിങ്ങനെ നമ്മളിവിടെ പശുക്കളൊക്കെ വീണ മാതിരി അവരവരുടെ കാട്ടിലിങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചുരം കയറിയ ഉടനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 1:30-2 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ തന്നെ വണ്ടി സൈഡാക്കിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല ചിക്കൻ ബിരിയാണിയും ബീഫ് വരട്ടിയതും കുമ്പളങ്ങക്കറിയും പയറുപ്പേരിയും സദാ ചോറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വണ്ടി സൈഡാക്കി ഒരു ഭാഗത്തിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് പുറപ്പെട്ടു. കർണാടക ബോർഡറിലെത്തിയപ്പോൾ അവിടെ ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മളുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ബോർഡറിൻ്റെ ഒരു വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ അവിടുന്ന് ഇറങ്ങി കർണാടകയിലോട്ട് കടന്നു. കർണാടകയിലെ മെയിൻ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കൃഷിയാണ്. അതായത് നെൽകൃഷി, കോളിഫ്ലവർ,
അധികവും നെല്ലും കോളിഫ്ലവറുമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അവിടുത്തെ കടകളൊക്കെ നമ്മളെ പോലെ നല്ല ഹൈ ലെവൽ കടകളൊന്നുമില്ല. ഓരോ പെട്ടിക്കടകൾ അങ്ങനെയൊക്കെയാണ് അവിടെ. കർണാടകയിൽ നമ്മൾ കണ്ടത് ചെറിയ പെട്ടിക്കടകൾ, ഒരുപാട് ഏകദേശം ഒരു ടൗണിൽ മാത്രം ജസ്റ്റ് സദാ നമ്മളുടെ ഒരു നോർമൽ കടകൾ കണ്ടിട്ടുള്ളത്. ബാക്കി എല്ലായിടത്തും പെട്ടിക്കടകളാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാ സ്ഥലത്തും കൃഷികളുണ്ടായിരുന്നു. കോളിഫ്ലവർ, നെല്ല്. ഒഴിഞ്ഞ പ്രദേശങ്ങളാണ്, തിരക്കൊന്നും ഇല്ലാതെ, റോഡിലൊന്നും അധികം വാഹനങ്ങളൊന്നും ഇല്ലാതെ ഒഴിഞ്ഞ പ്രദേശമാണ് കർണാടകയിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൃഷി ഭൂമിയൊക്കെ ട്രാക്ടറും കൊണ്ടല്ല ഉഴുത് മറിക്കുക. ഇവിടെ എന്ന് പറയുമ്പോൾ കാളയാണ്. നമ്മൾ കുറേ ഭാഗത്ത് കണ്ടു കാളനെ കൊണ്ട്. നമ്മൾ പഴയ തലമുറ നിലനിർത്തിയിരുന്ന കാളനെ കൊണ്ട് തന്നെ എപ്പോഴും ഇവർ കൃഷിഭൂമി ഉഴുത് മറിക്കണത്. നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല. നമ്മൾ കണ്ടു അവിടെ. കണ്ടില്ലേ, ഇവിടെ കോളിഫ്ലവർ നട്ടിട്ടുള്ളൂ, ചെറിയ ഇതായിട്ട് വരുന്നുള്ളൂ. അപ്പുറത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. കോളിഫ്ലവറും ക്യാബേജും ഉണ്ട്, രണ്ടും ഉണ്ട്. അതിനിടയ്ക്ക് മഴയൊന്ന് പോയി, അപ്പോഴേക്കും പെട്ടെന്ന് നല്ല കോൾഡായി, നല്ലൊരു ക്ലൈമറ്റായി. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. നമ്മളിപ്പോഴും എത്തിയിട്ടില്ല. നമ്മൾ ഇവിടുന്ന് കാലത്ത് 5:15 പുറപ്പെട്ട് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ കർണാടകയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അവരുടെ പ്രോപ്പർ പ്ലേസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ വീടുകളെന്ന് പറയുമ്പോൾ അപ്സ്റ്റെയറുള്ള വീടൊന്നും അധികമില്ല. ഒക്കെ ഗ്രൗണ്ട് ഫ്ലോറിൽ അങ്ങനെയുള്ളൊരു വീടുകളാണ് ഉണ്ടായിരുന്നത്. ഒക്കെ ഒരു ഫ്ലാറ്റ് മോഡലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് അവിടെ സ്റ്റേ ചെയ്തു. വന്ന് ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു, അതിൽ സ്റ്റേ ചെയ്തു. ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റെയറിൽ നിന്നിട്ടുള്ള വ്യൂസാണിത്. ഫുള്ള് നെല്ലാണ് കൃഷി. ഒക്കെ വളഞ്ഞ് നിൽക്കേണ്ടത്, നെല്ലിങ്ങനെ വളഞ്ഞ് നിൽക്കുന്നതാണ്. ഈ കാണുന്ന മുഴുവനും നെല്ലാണ്. ഇവിടെ തൊട്ടായിട്ട് ഭദ്ര ഡാമോ എന്തൊരു ഡാമുണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മളവിടെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് അവിടെ എത്തിയപ്പോൾ തന്നെ ആകെ ടയേർഡായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 11:30 എൻഗേജ്മെൻറ്റ് ടൈം. അപ്പോഴേക്കും എല്ലാവരും കുളിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തും കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, എന്താ വ്യൂ പോയിൻ്റ്. നല്ല അടിപൊളി പ്ലേസാണ്. ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്യുന്നതിന് നെല്ലാണ്, നെല്ല് കൃഷി. നമ്മളുടെ കേരളത്തിൽ ആദ്യം പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നിട്ടുണ്ട്. പക്ഷേ കർണാടകയിൽ ഇപ്പോഴും അതുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ നമ്മൾ നിന്നിരുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ 2 സൈഡിലും നെല്ലാണ്. നമ്മൾ പോരുന്ന വഴിയിലും ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. കൃഷി സ്ഥലത്തേക്ക് വേണ്ട വെള്ളം വിടാൻ വേണ്ടിയിട്ട് ചെറിയൊരു വെള്ളച്ചാല് പോലെ. നമ്മൾ കണ്ടിരുന്ന നെല്ലിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഞാൻ കാണിക്കാൻ പോണേ. നമുക്ക് ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മളെ കേരളത്തിലേക്ക് വരുന്നത് ആന്ധ്രയിൽ നിന്നും, പിന്നെ അത് കഴിഞ്ഞാൽ കർണാടകയിൽ നിന്നാണ് തോന്നുന്നത്. അത്രയൊക്കെ നെല്ലുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കമ്പി വേലും അതുപോലെ തന്നെ കമ്പിയിൽ നിറയെ മുള്ളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ ഇതിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടാവും. കണ്ടില്ലേ, നെല്ല് ഫുള്ള് നെല്ലാണ്. നമ്മൾ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റെയറിൽ കയറുന്ന നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നും. അങ്ങനെ 11:30 ആയപ്പോൾ നമ്മൾ അവിടുന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു. അപ്പോൾ കസിൻ ബ്രദറും എൻ്റെ ഫാമിലിയൊക്കെ കൂടി എൻഗേജ്മെൻറ്റിന് പെണ്ണിൻ്റെ